ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫിറ്റ്നസ് ജേർണീനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ലൈക്ക് വാട്ട് ആർ ഐ യൂസ് ടു ഡു ഹോം വർക്കൗട്ട്സ്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് യൂസ് ചെയ്തത്, ആൻഡ് കുറച്ച് ഡയറ്റിൻ്റെ ടിപ്സോടെ. ആദ്യം എന്തൊക്കെയാണ് എൻ്റെ പ്രോബ്ലംസ് എല്ലാം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് വെയിറ്റ് ലോസ് ആയിരുന്നു എൻ്റെ മെയിൻ എയിം. ഐ വാസ് 62. എനിക്ക് എൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഒരു 6 or 7 kgs കുറക്കണം എന്നായിരുന്നു. ദ സെക്കൻഡ് തിങ് വാസ് ബീങ് എ ഡെൻറ്റിസ്റ്റ്. നമ്മുടെ വർക്കിംഗ് പൊസിഷൻസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ലൈക്ക് ഇടയ്ക്ക് നമ്മൾ കുനിഞ്ഞും ഒട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് പൊസിഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് കാരണം ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ വാല്യൂ കുറച്ച് കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ എനിക്ക് PCOD ഉണ്ട്. സോ ഒബ്വിയസ്ലി നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ് വാല്യൂ ഒക്കെ കൂടും. പിന്നെ PCOD എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വർക്കൗട്ടും നമ്മുടെ ബോഡി ഇച്ചിരി ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ അതൊന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, വാട്ട് ആർ ദ ചേഞ്ചസ് ഐ ഗ്രാജ്വലി ലൈക്ക് ബ്രോട്ട് ഇൻ ടു മൈ ലൈഫ്. ഡയറക്റ്റ്ലി നമുക്ക് വർക്കൗട്ട്സിലേക്ക് പോകാൻ പറ്റില്ല, നല്ല മടിയായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പക്ഷെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ അസ്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല എന്ന് പറയുന്നത് ഡാൻസാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 to 10 minutes ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഡാൻസ്. അതായിരുന്നു ഇനീഷ്യലി ഉള്ള ഒരു 1 week ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ്ലി, വാട്ടർ ഇൻടേക്ക് കൂട്ടുക. അതായത് ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2 to 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അതൊട്ടും കുടിക്കുന്നുണ്ടായിരുന്നില്ല. സോ അത് ഞാൻ മെല്ലെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ഉള്ള ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പോസിബിൾ ആവുന്ന രീതിയിൽ ചെയ്യുക. PCOD ഉള്ളതുകൊണ്ട് ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് ഡിഫറൻസ് വരുത്തി. ഷുഗർ ഇൻടേക്ക് കുറച്ചു. നന്നായിട്ട് ഷുഗർ ക്രേവിങ്സ് ഉള്ള ടൈമിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ആദ്യം കുറച്ചത്. കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്യല്ല, അങ്ങനെ നമ്മളെ പറ്റില്ല. മേ ബി ഒരു 1 or 2 days നമ്മൾ അങ്ങനെ ചെയ്യുമായിരിക്കും. ബട്ട് ഇതൊരു ഹാബിറ്റായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മളത് സ്ലോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഷുഗർ ഇൻടേക്ക് കുറച്ചു. കൂടാതെ വേറെ കുറച്ച് PCOD ഫുഡ് ഹാബിറ്റ്സ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് നല്ല സ്വഭാവങ്ങൾ ചെയ്തു തുടങ്ങി. റീഡിങ് ബുക്സ്, ഒരിക്കലും ഇല്ലാത്തൊരു സ്വഭാവമായിരുന്നു ബുക്ക് വായന. അതും ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതല്ല, സ്ലോലി ഞാൻ ആ ഒരു ഹാബിറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു. എനിക്ക് കുറച്ച് മടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എൻ്റെ ഹോം വർക്കൗട്ട്സ് ഒരു ഡെയിലി റുട്ടീനായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും അതിലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ടാകണം. ലൈക്ക് ആസ് ഐ ടോൾഡ്, ഞാൻ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഡാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖല ആയതുകൊണ്ട് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അതുകൂടാതെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. സോ അതെന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് വെയിറ്റ് ലോസിന് വേണ്ടി എന്നുള്ളത് പറഞ്ഞുതരാം. അങ്ങനെ ഒരു 1 to 2 weeks ഡാൻസ് കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ഹോം വർക്കൗട്ട് കിറ്റാണ്. കിറ്റിൻ്റെ അകത്ത് ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിലോയുടെ 8 വെയ്റ്റ്സ് ഉണ്ടായിരുന്നു, 2 ഡംബൽ റോഡ് ഉണ്ടായിരുന്നു, കേൾ റോഡ് ഉണ്ടായിരുന്നു, ഹാൻഡ് ഗ്രിപ്പർ ഉണ്ട്, സ്കിപ്പിംഗ് റോപ്പ്, ഗ്ലൗസ്, ഒരു ബാക്ക് പാക്ക്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. 1399 ആയിരുന്നു അന്നത്തെ അതിൻ്റെ കോസ്റ്റ്. ഇപ്പോൾ മേ ബി ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കിറ്റായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇനീഷ്യൽ വർക്കൗട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. സോ മുന്നേ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ വാങ്ങാൻ പറ്റാത്തൊരു സാധനമാണ് യോഗ മാറ്റ്. ഈസിലി അവൈലബിൾ ആണ്, പക്ഷേങ്കിൽ ഒരിക്കലും അത് വാങ്ങാൻ വേണ്ടി ഒരു എഫേർട്ട് ഞാൻ ഇട്ടില്ല. പക്ഷേ ദിസ് ടൈം ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ അത്ര അങ്ങോട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, പക്ഷേ എനിക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഇഷ്ടമായി. ഇതും ആമസോണിൽ തന്നെയാണ്. ഹൈക്സിൻ്റെ യോഗ മാറ്റ്, അതിന് വരുന്നത് 1499 ആണ്. കുറച്ച് എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹൈക്സിൻ്റെ യോഗ മാറ്റിൻ്റെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഇതൊരു 6 mm തിക്നെസ് ഉള്ളൊരു മാറ്റാണ്. ഇതിൻ്റെ താഴത്തെ ലെയർ ആൻറ്റി സ്ലിപ്പ് ടെക്നോളജി ഉള്ളതാണ്. അതായത് നമ്മൾ യൂഷ്വലി വർക്കൗട്ട് ചെയ്യുമ്പം ഒന്നിക്ക് നമുക്ക് നമ്മുടെ നീ എൽബോ ഒക്കെ പെയിൻ ആവും ആ ഒരു പോയിന്റിൽ, സർട്ടൻ പോയിന്റിൽ, അല്ലെങ്കിൽ സ്ലിപ്പ് ആവുന്ന പോലെ തോന്നും. പക്ഷേ ഇത് നല്ല ഗ്രിപ്പ് ഉള്ളതാണ്. കൂടാതെ നമ്മുടെ കാല് എവിടെ വെക്കണം, കൈ എവിടെ വെക്കണം എന്നുള്ള മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്, മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ആ ഒരു എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഇത് തെറ്റുമില്ല. സോ ദ നെക്സ്റ്റ് വൺ വാസ് റെസിസ്റ്റൻസ് ബാൻഡ് ആയിരുന്നു. ബോൾ ഫിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റെസിസ്റ്റൻസ് ബാൻഡ്.
ഞാൻ യെല്ലോ കളർ ബാൻഡായിരുന്നു വാങ്ങിച്ചത്. അത് പല വെയ്റ്റ്സ് അല്ലെ പല റെസിസ്റ്റൻസിനുണ്ട്. ലൈക്ക് 3 to 7 kg, 7 to 15, 15 to 30, അങ്ങനെ പല വെയ്റ്റ്സിന് അനുസരിച്ചാണ് ഈ ബാൻഡ് വരുന്നത്. എനിക്ക് ഇനീഷ്യലി 3 to 7 kg മതി. സോ നമുക്ക് ഇപ്പോൾ ട്രൈസെപ്സ്, ഗ്ലൂട്ട്സ് അല്ലെങ്കിൽ എല്ലാം അങ്ങനെ ഓൾമോസ്റ്റ് കുറേ വർക്കൗട്ട്സ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. സോ അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്. ഈ റെസിസ്റ്റൻസ് ബാൻഡിൻ്റെ പ്രൈസ് വരുന്നത് 199 ആണ്. അതും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സാധനം പർച്ചേസ് ചെയ്തത് വെയിങ് മെഷീൻ ആയിരുന്നു. നമ്മളൊരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി റുട്ടീൻ ഫോളോ ചെയ്യുമ്പം എപ്പോഴും ഒരു ട്രാക്ക് വെക്കണം. അപ്പോൾ എൻ്റെ മെയിൻ എയിം വെയിറ്റ് ലോസ് ആയിരുന്നു. വെറുതെ ഒരു വെയിറ്റ് ലോസ് എന്നല്ല, ഐ മീൻ തടി കുറക്കാൻ വേണ്ടി വെയിറ്റ് ലോസ് എന്നല്ല, പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടിരിക്കണം. എനിക്ക് തന്നെ ഞാൻ ഇച്ചിരി അൺഹെൽത്തി റുട്ടീൻ ഫോളോ ആവുന്ന പോലെ തോന്നി. സോ ഐ തോട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറണമെന്ന്. അപ്പോൾ ഞാൻ ആ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വെയിങ് മെഷീൻ വാങ്ങിച്ചു. അത് ഇറ്റ്സ് ഓപ്ഷണൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. അതല്ല നിങ്ങൾക്ക് ഫൈനലായിട്ടൊരു റിസൾട്ട് അറിഞ്ഞാൽ മതിയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന റുട്ടീൻ പ്രോപ്പറാണോ, എനിക്ക് എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. അതും ആമസോണിൽ തന്നെയായിരുന്നു പർച്ചേസ് ചെയ്തത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 449 ആയിരുന്നു. ഇനി ഞാൻ പറയുന്നത്, ഞാനൊരു PCOD ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. PCOD സ്ട്രിക്റ്റ് ഡയറ്റൊന്നുമല്ല, നമ്മൾ നോർമലായിട്ട് നമ്മളെ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന ഫുഡ് തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിക്കാത്ത കുറച്ച് നല്ല സാധനങ്ങൾ കഴിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു നല്ല റുട്ടീൻ ഫോളോ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് ഇറ്റ് ഡിപ്പെൻഡ്സ്, എൻ്റെ ബോഡിക്കും എൻ്റെ ഹെൽത്തിനും പറ്റിയ ലൈക്ക് ഡയറ്റ് ആയിരിക്കില്ല മറ്റു ചിലർക്ക് വർക്ക് ആവുന്നത്. ഇറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷെ ഒരു PCOD ഉള്ള ആള്, പിന്നെ ഒരു വെയിറ്റ് ലോസ് ഗോൾ കണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വൈറ്റമിൻ D ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വെയിലത്തൊക്കെ നടന്ന് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കലും നടക്കും, വൈറ്റമിൻ D ആവശ്യത്തിന് കിട്ടും. പക്ഷെ തളർന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാറിൽ കയറിയിരിക്കുന്നത്. സോ അപ്പോൾ ബാക്ക് ടു ആ ടോപ്പിക്. അപ്പം ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് വെച്ചാൽ, മെയിൻലി ഡയറ്റിൽ ഷുഗർ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒറ്റയ്ക്കെടുത്ത ഡയറ്റ് അല്ല ഇത്. ഞാൻ പ്രോപ്പറായിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടു. ആളുടെ അണ്ടറിലാണ് ഞാൻ ഈ ഡയറ്റ് ആള് പറഞ്ഞ രീതിക്കാണ് ഞാൻ ഫോളോ ചെയ്തത്. എനിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഫുഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കസ് ചെയ്ത് എൻ്റെ വെയിറ്റ്, ഹൈറ്റ്, എൻ്റെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം ഷെയർ ചെയ്തിട്ടാണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. സോ ആദ്യം തന്നെ ഷുഗർ ഇൻടേക്ക് മിനിമൈസ് ചെയ്യാം. ഷുഗർ എന്ന് പറയുന്ന ഒരു വലിയ എനിമിയാണ് നിങ്ങളുടെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം ഞാൻ പറയില്ല, ബട്ട് ഈ ഡയറക്റ്റ് ഇൻടേക്ക് വരുന്നത് ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ടീ, കോഫി, അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ ആർക്കാണേലും, ഇപ്പൊ PCOD ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിരിക്കും. പിന്നെ നമ്പർ ഓഫ് മീൽസ് കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കുക. രാവിലെ, ഉച്ച, രാത്രി എന്നുള്ള ഒരു റൊട്ടീൻ നിർത്തിയിട്ട് നമ്മൾ ഇടയ്ക്ക് സ്നാക്സ് എടുക്കുക. എന്ന് വെച്ച് ഈ ഓയിൽ ഫ്രൈഡ് ആയിട്ടുള്ള ലേസ്, ചിപ്സ് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. ഷുഗർ ആൻഡ് ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. അതല്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെജീസ്, ഫ്രൂട്ട്സ്, രാവിലെ 11 മണിക്ക് ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് കഴിക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ ഒട്ടും കഴിക്കാത്ത ഒരു സാധനമാണ് ഫ്രൂട്ട്സ്. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ഡയറ്റിനെ പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. യു ആർ വാട്ട് യു ഈറ്റ് എന്നാണല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ടിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഫാസ്റ്റിംഗ് പട്ടിണി കിടന്നിട്ടൊന്നും മെലിയാനോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാക്കാനോ ശ്രമിക്കരുത്. അത് ഒരിക്കലും ഒരു ഹെൽത്തി വേ അല്ല. അപ്പോൾ ഡയറ്റ് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഫോളോ ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു, പ്രോട്ടീനാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ. രാവിലെ പ്രോട്ടീൻ, ഉച്ചക്ക് പ്രോട്ടീൻ, രാത്രി പ്രോട്ടീൻ. എപ്പോഴും നിങ്ങളുടെ ഡയറ്റിൻ്റെ അകത്ത്, അതായത് ഒരു മീലിൻ്റെ അകത്ത് ബാലൻസ്ഡ് ആക്കാൻ നോക്കുക. പ്രോട്ടീൻ, ഫൈബർ, അങ്ങനെ എല്ലാം. ഈ ഫാറ്റും കാർബും കുറച്ചിട്ട് പ്രോട്ടീൻ ആൻഡ് ഫൈബർ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ചിക്കൻ, എഗ്, അങ്ങനത്തെ ഒക്കെ. പിന്നെ ഫിഷ്, ഒബ്വിയസ്ലി ഫിഷ്. ഇതിന്നൊക്കെ കിട്ടേണ്ട കാര്യങ്ങൾ, സപ്ലിമെന്റ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് നോക്കുന്നില്ലെങ്കിൽ പോലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനീഷ്യലി ഞാനൊരു 10-15 മിനിറ്റ്സ് ഒക്കെയാണ് ഡാൻസും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ മെല്ലെ അത് 45 മിനിറ്റ്സ് വരെ ഇപ്പം എത്തി, 45 to 1 hour. പക്ഷെ റെഗുലർ ആയിട്ട് ചെയ്യാറില്ല. മേ ബി സാറ്റർഡേ, സൺഡേ ഒക്കെ നമുക്ക് ഇടക്ക് തോന്നും വേണ്ടാന്ന്. ആ ഒരു സാറ്റർഡേ, സൺഡേ നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മേക്ക് ഷുവർ മൺഡേ നമ്മളത് പിന്നെയും
സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ബിക്കോസ് വൺസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ഞാൻ പിന്നെ ചെക്ക് ചെയ്തില്ല, അതെനിക്ക് ചെക്ക് ചെയ്യണം. പിന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ ബോഡി പെയിൻ, ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ അത് കുറഞ്ഞു. ബട്ട് സെയിം ടൈം ഞാനൊരു 1 or 2 വീക്സ് എൻ്റെ ഈ വർക്കൗട്ട്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആ ഒരു എന്താ ഡിസീനസ് പറയാൻ പറ്റില്ല, ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങും. സോ നിങ്ങൾക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, മെയിൻ ആയിട്ട് നമ്മുടെ ബോഡി ആക്റ്റീവ് ആയിട്ടിരിക്കുക. അതിപ്പോൾ വർക്കൗട്ട് തന്നെ ആണെന്നില്ല, സ്വിമ്മിങ്, സൈക്ലിംഗ്, അങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുക അങ്ങനെ ചെയ്യാം. സോ ഇതെൻ്റെ ഒരു ചെറിയ വ്ളോഗായിരുന്നു. നിങ്ങൾ ഇങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ എല്ലാം ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇരുന്ന് തപ്പണ്ട. നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഈ പ്രൈസിനോടൊക്കെ ഇഫ് യു ഓക്കെ ടു ബൈ, നേരെ ഡയറക്റ്റ് ആയിട്ട് ലിങ്കിൽ പോവാ, സാധനം വാങ്ങിക്കുക. ഞാനും കൂടുതൽ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ഐ മീൻ ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ സാധനങ്ങൾ എനിക്ക് വർത്ത് ആയിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ടും വർത്താണ്. ഇതുവരെ ഞാനിപ്പോ ഒരു മേ ബി ഒരു ജൂലൈയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരിക്കും. ഇതുവരെ എനിക്ക് അതൊരു ലൈക്ക് എന്തെങ്കിലും രീതിയിൽ അത് വാങ്ങിച്ചത് വേസ്റ്റ് ആയി പോയി തോന്നിയിട്ടില്ല. എല്ലാം യൂസ്ഫുൾ ആയിട്ടായിരുന്നു. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ലിങ്കിൽ പോവുക, സാധനം വാങ്ങിക്കുക. സോ സ്റ്റാർട്ട് യുവർ ഹെൽത്തി റുട്ടീൻ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.